PSC വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് പ്രസിദ്ധമായ പ്രസംഗങ്ങൾ അത് ആരാണ് സംസാരിച്ചിട്ടുള്ളതെന്നൊക്കെ. അപ്പൊ നമുക്ക് അന്ന് കോഡിട്ട് പഠിച്ചു നോക്കിയാലോ. അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് കോഴഞ്ചേരി പ്രസംഗമാണ്. കോഴഞ്ചേരി പ്രസംഗം ആരുടെയാണ്? സി കേശവന്റെയാണ്. അപ്പൊ ഈ കോഴഞ്ചേരി പ്രസംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ പ്രസംഗിക്കുമ്പോൾ കുഴന്നായി പോകാന്ന് വിചാരിക്കുക. നമ്മളിപ്പോ കള്ളൊക്കെ കുടിച്ചിട്ട് പ്രസംഗിക്കുവാണെങ്കിൽ നമ്മുടെ സംസാരം കുഴന്നൊക്കെ ആയിപ്പോത്തില്ലേ. അങ്ങനെ കുഴന്നായി പോവുകയാണെങ്കിൽ നമ്മുടെ പേരിൽ ആൾക്കാർക്ക് കേസെടുക്കാം, അല്ലെങ്കിൽ പോലീസിന് കേസെടുക്കാന്ന് വിചാരിക്കും. അപ്പൊ കോഴഞ്ചേരി പ്രസംഗം സി കേശവൻ. അപ്പൊ കേസ് ആയതുകൊണ്ടാണ് കേശവൻ, സി കേശവൻ. അപ്പൊ കോഴഞ്ചേരി പ്രസംഗം സി കേശവൻ. അടുത്തത് കുളത്തൂർ പ്രസംഗമാണ്. കുളത്തൂർ പ്രസംഗം. അപ്പൊ കുളത്തൂർ പ്രസംഗം ആരാണ്? കെ സുകുമാരനാണ്. അപ്പൊ ആലോചിച്ച് നോക്ക്, നമ്മൾ ഈ കുളത്തിന്റെ കരയിൽ നിന്നൊക്കെ പ്രസംഗിക്കാൻ വലിയ സുഖമായില്ലേ. നമ്മൾ സ്റ്റേജിലൊക്കെ പോയി സംസാരിക്കാനാണ് പാട്, കുളത്തിന്റെ കരയിലൊക്കെ നിന്ന് പ്രസംഗിക്കാൻ ആരെ കൊണ്ടാ പറ്റാത്തത്? നല്ല സുഖമല്ലേ. അപ്പൊ കുളത്തൂർ പ്രസംഗം സുഖമല്ലേ, അതുകൊണ്ട് കെ സുകുമാരൻ. സുകുമാരൻ സുഖമല്ലേ, സുകുമാരൻ. ഓക്കെ. അടുത്തത് മുതുകുളം പ്രസംഗമാണ്. അപ്പൊ മുതുകുളം പ്രസംഗം ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ അതെങ്ങനെ ആലോചിക്കുന്നത്? നമ്മൾ ആലോചിക്കുക, നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് മോശമായിട്ടാണ് പ്രസംഗിക്കുന്നതെങ്കിൽ നമ്മുടെ മുതുകത്തിനൊക്കെ നല്ല എയർ കിട്ടും. അങ്ങനെ എയർ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും മരുന്നിടത്തില്ലേ? അങ്ങനെ മരുന്നിടുവാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു മണം കാണത്തില്ലേ? അപ്പൊ ആ മണമാണ് മന്നത്ത് പത്മനാഭൻ. അപ്പൊ നമ്മുടെ മുതുകത്തെ എന്തെങ്കിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുതുകത്തിന് എന്തെങ്കിലും ഒരു എയർ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും മരുന്നിടും, ആ മരുന്നിന് നല്ല മണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മന്നത്ത് പത്മനാഭൻ. അപ്പൊ ഇനി മറന്നു പോയില്ലേ?